ജഘന്യമായ ഈ പക്ഷപാതപരമായ നിലപാട് മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുമെന്നാണ് പറയുന്നത്. ആരെ ചേർത്ത് പിടിക്കുന്നത്? ചേർത്ത് പിടിക്കുന്ന ഇവിടുത്തെ പ്രബല വിഭാഗങ്ങളെയാണ്. അവരെല്ലാം ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നുണ്ട്. നമ്മളെ പോലെയുള്ള നശിപ്പിക്കുന്ന സമരമല്ലാതെ മറ്റു മാർഗമില്ല. ഇതൊരു സൂചനയാണെന്ന് സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു സൂചന തന്നെയാണ്. കേരളത്തിലെ ധീവര സമുദായം ഒന്നടങ്കം കളക്ടറേറ്റിലായാലും സെക്രട്ടേറിയറ്റിലായാലും തെരുവിലായാലും ഇറങ്ങിയ സാഹചര്യമുണ്ട്. എന്ത് കേസ് വന്നാലും ഇപ്പോൾ കോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് 27 കേസുകളാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ സമൻസ് വരുന്നുണ്ട്. കോടതിയിൽ ഇങ്ങനെ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. 27 കേസാണുള്ളത്. കേസ് എന്ത് വന്നാലും ശരി ശക്തമായിട്ട് പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടല്ലോ, തീരദേശ നിയോജക മണ്ഡലങ്ങളിൽ പാർലമെന്റ് സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് എത്രയാണെന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും ഘടകകക്ഷി നേതാക്കന്മാരും ഒന്ന് പരിശോധിക്കണം. എന്താ കാരണം? ഈ മേഖലയിലുള്ള അവഗണന കാരണം ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിലനിന്നവർ പോലും മറിച്ചോട്ട് ചെയ്യുന്ന സാഹചര്യം എല്ലാ മേഖലയിലും ഉണ്ടായതുപോലെ നമ്മളുടെ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇനി അത് തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ തുടർന്നു, യാതൊരു പ്രശ്നവുമില്ല. ഇനിയും കേരളം ഭരിക്കണമെന്നാണ്, രാഷ്ട്രീയമായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നിയമസഭാ കമ്മിറ്റി തരുന്ന മറുപടി, ഫിഷറീസ് മന്ത്രി തരുന്ന മറുപടി, ഈ മറുപടിയിലൊക്കെ നിഷേധാത്മകമായ രീതിയിലുള്ള ഉത്തരങ്ങളാണ് നമുക്ക് തരുന്നത്. ആ ഒരു സ്ഥിതി അവസാനിപ്പിച്ച് തീരദേശവാസികളെ നിലനിർത്തണം, ഉൾനാടൻ മേഖലയിലുള്ള ജനങ്ങളെ നിലനിർത്തണം. അതുപോലെ തന്നെ നമ്മുടെ സംവരണം കിട്ടണം, വിദ്യാഭ്യാസാനുകൂല്യം നിലനിർത്തണം. പട്ടികജാതിയിൽപ്പെടുത്താനുള്ള ആലോചന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ ഒരു കാരണവശാലും ഘടകവിരുദ്ധമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്താൽ ഞങ്ങൾ തീർത്തു പറയുന്നു, ഈ സെക്രട്ടറിയിലേക്ക് ഞങ്ങൾ ചാടി കയറാൻ തയ്യാറാണ്. 4 പ്രാവശ്യം, ഒന്നില്ല 4 പ്രാവശ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം ചോദിച്ചപ്പോൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ അവസാനമായി കേന്ദ്ര ഗവൺമെന്റ് അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് നമ്മൾ നേരിട്ട് നിവേദനം കൊണ്ട് സംസാരിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ആ സമയത്ത് സംസ്ഥാന സർക്കാർ നിലപാട് ഇതാണെങ്കിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് സർക്കാർ ഈ സെക്രട്ടറിയുടെ അകത്തേക്ക് ചാടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതുവരെ അങ്ങനെ പോകാത്തവരാണ്. കഴിഞ്ഞ 50 വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. സെക്രട്ടറിയുടെ വഴിക്ക് പല പ്രാവശ്യം ഞങ്ങൾ സമരത്തിൽ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള സമരത്തിൽ വന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ സ്വയം നിയന്ത്രിച്ചാണ് സമരം നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇനി ഞങ്ങളുടെ നിയന്ത്രണം ഞങ്ങൾക്ക് തന്നെ, നേതാക്കന്മാരായ ഞങ്ങൾക്ക് തന്നെ വിട്ടുപോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഞങ്ങളെ നശിപ്പിക്കാനാണ് ഇനിയും ഭാവമെങ്കിൽ ഞങ്ങൾ ഇതിനെ രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എനിക്ക് വരുന്നു. അടുത്തായി